بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب ما يذكر في المناولة وكتاب أهل العلم بالعلم إلى البلدان. وقال أنس نسخ عثمان رضي الله عنه المصاحف فبعث بها إلى الآفاق. ورأى عبد الله بن عمر ويحيى بن سعيد ومالك ذلك جائزا. واحتج بعض أهل الحجاز في المناولة بحديث النبي صلى الله عليه وسلم حيث كتب لأمير السرية كتابا وقال لا تكرهه حتى تبلغ مكان كذا وكذا. فلما بلغ ذلك المكان كرهه على الناس وأخبرهم بأمر النبي صلى الله عليه وسلم. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിനെ ഒരു ഗുരുവിൻ്റെ വക്കൽ നിന്ന് ഒരു മുഹദ്ദിസിൻ്റെ വക്കൽ നിന്ന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അത് പഠിക്കേണ്ട കരസ്ഥമാക്കേണ്ട രീതികൾ എന്തെല്ലാം എന്ന് വിശദീകരിച്ചു തരികയാണ്. ബാബുമാ ഒരു വിഷയത്തെപ്പറ്റി പറയുന്ന ബാബാണ്. ഞങ്ങളുടെ വിഷയമാണ് യുദ്കറു, അതിനെ പറയപ്പെടും ഫിൽ മുനാവലത്തി, മുനാവലത്തിൽ പറയപ്പെടുന്ന ഒന്നിനെപ്പറ്റി ഒരു വിഷയം പറയുന്ന ബാബാകുന്നു. വ കിതാബി അഹ്ലിൽ ഇൽമി, ഇൽമിൻ്റെ അഹ്ലുകാർ എഴുതുക, ബിൽ ഇൽമി ഇൽമു കൊണ്ട്, ഇലൽ ബുൽദാനി നാടുകളിലേക്ക്. ഇൽമിൻ്റെ അഹ്ലുകാർ ഇൽമ് എഴുതിയിട്ട് അത് പല നാടുകളിലേക്ക് കൊടുത്തയക്കുക. അവർക്ക് ആ ലഭിച്ചതായ കിതാബ് കൊണ്ടിട്ട്, എഴുത്ത് കൊണ്ടിട്ട്, കിതാബത്തെ എഴുത്ത് എന്നാ അതിലുള്ള ഇൽമി എഴുതി കൊടുത്തയക്കുക. ബിൽ ഇൽമി ഇൽമ കൊണ്ട് ഇൽമിനെ എഴുതി കൊടുത്തയക്കുക ഇലൽ ബിൽദാൻ നാടുകളിലേക്ക്. അങ്ങനെ നാടുകളിലേക്ക് അറിവ് എഴുതി കൊടുത്തയച്ചാൽ അത് ലഭിച്ച ആളുകൾക്ക് ആ കിതാബ് നോക്കി ആ എഴുതിയ ആലിമിലേക്ക് ചേർത്തും കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അത് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ബാബാകുന്നു. ഇമാം ബുഖാരി മുനാവലത്തും കിതാബത്തും രണ്ടും പറ്റും എന്ന് പറയുന്ന മഹാനാണ്. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ അൻ യുഅ്തിയ ശൈഖു അത്വാലിബ അൽ കിതാബ فيقول له هذا سماعي من فلان أو هذا تصنيفي فروه عني. ഷെയ്ഖ് അവരുടെ കിതാബ് വിദ്യാർത്ഥിക്ക് എടുത്തു കൊടുക്കുക, നാവലാനെ കൊടുക്കുക എന്നാണല്ലോ. അതുപോലെയാണ് മുനാവലത്ത്. ഷെയ്ഖ് കൊടുക്കുകയും ചെയ്യും, മറ്റോ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുഫാലത്ത് വാബു എന്നത്, കൊടുക്കലും വാങ്ങലും നടക്കുന്നുണ്ട്. അങ്ങനെ ഷെയ്ഖ് അവരുടെ കിതാബിനെ ശിഷ്യനിക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഷെയ്ഖ് പറയും ഹാദാ സമാഇ മിൻ ഫുലാൻ, ഇത് ഇന്നാലിന്ന ഷെയ്ഖിൻ്റെ വക്കൽ നിന്ന് ഞാൻ കേട്ട ഹദീസുകളാണ്. ഔ ഹാദാ തസ്നീഫി, ഇത് ഞാൻ രചിച്ച കിതാബുകളാണ്. ഫർവിഹി അന്നി, അതുകൊണ്ട് ഇതിന് എന്നോട്ട് റിവായത്ത് ചെയ്തോ. അപ്പോൾ ഷെയ്ഖ് രചിച്ച കിതാബിൽ പിന്നെ സനദ് മുത്തസിലായിട്ട് അതിലുണ്ടാകും. ഈ കിതാബ് ഞാൻ എഴുതിയ കിതാബാണ്, ഇത് നീ റിവായത്ത് ചെയ്തോ. അല്ലെങ്കിൽ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞെന്ന ഹദീസുകളാണ് ഇതെല്ലാം, ഇത് നീ എന്നെ തൊട്ട് റിവായത്ത് ചെയ്തോ, ഇന്ന ഷെയ്ഖിനെ തൊട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അതിനിക്കാണ്. അവിടെ അങ്ങോട്ട് ഓതി കൊടുക്കലില്ല, ഇങ്ങോട്ട് ഓതി കൊടുക്കില്ല, കിതാബ് കൊടുക്കുക, അത് റിവായത്ത് ചെയ്തോ എന്ന് പറയാ. ഇതിനിക്കാണ് മുനാവലത്ത് എന്ന് പറയുന്നത്. അതുപോലെ എഴുതുക, ഷെയ്ഖ് എഴുതുക നാടുകളിലേക്ക്, അവർ ശിഷ്യന്മാരിലേക്ക്
എഴുതി കൊടുത്തയക്കുക. പല നാടുകളിൽ ശിഷ്യന്മാരെ തന്നെ കൊടുത്തയക്കണമല്ലോ. ഈ ഷെയ്ഖ് കണ്ടോളന്നില്ല. ഒരാളെടുത്ത് അവരെ കിതാബ് കൊടുത്തയക്കുക. ഇതിലുള്ളതെല്ലാം ഞാൻ കേട്ട് സ്വഹിയാക്കിയ ഹദീസുകളാണ്, ഇത് നിങ്ങൾ റിവായത്ത് ചെയ്തോളി എന്ന് സമ്മതത്തോട് കൂടി. സമ്മതം രണ്ടാമൊരു കോലത്തിനാണ്. ഒരിക്കൽ വാക്കാൽ സമ്മതം കൊടുക്കാൻ ഇജാസത്ത് അറിയും, അല്ലെങ്കിൽ ആ കൊടുത്തയച്ച അതിനർത്ഥം തന്നെ നിങ്ങൾക്ക് സമ്മതം റിവായത്ത് ചെയ്യാനെന്നാണ്. ഈ വാക്കാൽ ഇജാസത്ത് ഇല്ല. തീരെ സമ്മതമില്ലാതെ ഒരു കിതാബ് കണ്ടതുകൊണ്ട് മാത്രം, കിതാബ് കൊടുത്തയച്ചതുകൊണ്ട് മാത്രം റിവായത്ത് ചെയ്യാൻ സമ്മതമില്ലെങ്കിൽ പിന്നെ അത് ശിഷ്യന്മാരാവില്ല. ലാഹിറൻ നിലക്ക് ഒന്നിരിക്കൽ നേരിട്ട് അല്ലെങ്കിൽ നേരിട്ടല്ലാതെ ഇജാസത്ത് വേണം, അപ്പോഴേ അവർ ശൈഖായി വരുള്ളൂ. ഇങ്ങനെയാണ് മഹാന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ടോട്ടൽ ഐനി പറയുന്നുണ്ട്, ഒരു ഷെയ്ഖിൻ്റെ വക്കലിൽ നിന്ന് ഹദീസ് കരസ്ഥമാക്കി റിപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഷെയ്ഖ് അവനിക്കുള്ള മാനദണ്ഡങ്ങൾ 8 1. ഷെയ്ഖ് സാധാരണ നടക്കുന്ന ഷെയ്ഖ് ഇങ്ങോട്ട് ഉസ്താദ് ശിഷ്യനിക്ക് ഓതി കൊടുക്കുക, ശിഷ്യൻ കേൾക്കുക. 2. ശിഷ്യൻ ഉസ്താദിൻ്റെ കിതാബ് പകർത്തിയിട്ട് അത് വായിച്ച് ഉസ്താദിന് കൊടുക്കുക, ഉസ്താദ് അതേ നഅം നഅം എന്ന് പറയുക. നമ്മൾ പറഞ്ഞതാണ് 2. 3. ശിഷ്യനിക്ക് മറ്റു വല്ല വിധേനയും ലഭിച്ചതായ കിതാബുകളിലുള്ളതായ ഹദീസുകൾ, ആ ഹദീസ് എഴുതി കൊണ്ടുവന്ന് ഉസ്താദിൻ്റെ മുമ്പിൽ വായിച്ചു കൊടുക്കുക. അപ്പോൾ ഉസ്താദിന് പരിചയമുള്ള ഹദീസുകളെല്ലാം ഉസ്താദിന് നഅം നഅം എന്ന് പറയും. അപ്പോൾ ഈ ഉസ്താദിൻ്റെ മശായിഖ്, ഈ ഉസ്താദിൻ്റെ മശായിഖന്മാർ ഇയാൾ ശൈഖായിട്ട് വരും. 3. അതാണ്. 4. ഒന്നാണ് മുനാവലത്തും മക്റൂനത്തും ബിൽ ഇജാസ, ഇജാസത്തോടു കൂടെയുള്ള മുനാവലത്ത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഷെയ്ഖ് അവരടുത്തുള്ള സ്വന്തം കിതാബോ അല്ലെങ്കിൽ അവർ അപ്പോൾ എഴുതി വെച്ചതോ, അവർ സ്വന്തം രചിച്ച കിതാബോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എഴുതിയതായ കുറിപ്പാത്തുകളായ ഹദീസുകളോ ശിഷ്യനിക്ക് എടുത്തു കൊടുക്കുക. എന്നിട്ട് ശിഷ്യനോട് പറയുക, ഇതെന്നെ തൊട്ട് നീ റിവായത്ത് ചെയ്തോ, എനിക്ക് സമ്മതം തന്നു. അത് ഇജാസത്തോടു കൂടെയുള്ള മുനാവലത്ത്. 4. 5. അൽ മുനാവലത്തുൽ മുജറദ, നീ റിവായത്ത് ചെയ്തോ എന്ന് വാക്കാൽ പറഞ്ഞില്ല. ഹാദിഹി സമായി, ഇത് ഞാൻ കേട്ട ഹദീസുകളാണ് എന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനർത്ഥം എന്താ? നിനക്ക് തരുന്നത് എൻ്റെ സമ്മതത്തോട് കൂടെയുള്ള വാക്കാലുള്ള സമ്മതമില്ല, മനസ്സോടുള്ള സമ്മതമുണ്ട്. സമ്മതം അതിൽ നിന്ന് ഉണ്ട് എന്ന് അറിയിക്കുന്ന അറിയിക്കുന്നുണ്ട്. അതാണ് മുനാവലത്ത്. മുജറദ. അവിടെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, വെറും ഒരു കിതാബ് ഇതിനെ കൊണ്ടുപോയി എൻ്റെ മറ്റേ ലൈബ്രറിയിൽ വെച്ചോ, ആവശ്യമുള്ളവർ നോക്കിക്കോട്ടെ അവിടെ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞതിന് മാത്രം ഈ കിതാബ് ഒരു രചിച്ച ആൾ മറ്റേക്ക് കൊടുക്കലോട് കൂടെ തന്നെ അത് സമ്മതമാവണമെങ്കിൽ റിവായത്ത് ചെയ്യാനോ ഉദ്ധരിക്കാനുള്ള സമ്മതം ഉണ്ടാകുമ്പോഴേ അത് ഏതാവുള്ള കിതാബ് മറ്റേ ശൈഖായി വരുള്ളൂ. അല്ലാതെ അവരെഴുതിയ കിതാബ് അവർ വിൽപ്പനപരമായിട്ടോ ഹദിയായിട്ടോ ഒരാൾ കൊടുത്തത് കൊണ്ട് മാത്രം കിതാബിന് എനിക്ക് ഇജാസത്തൊന്നും പറയാൻ പറ്റൂല. മുനാവലത്തുണ്ടായി എന്ന് പറയാ. റിവായത്ത് ചെയ്യലിനിക്ക് ഇയാളെ തൊട്ട് റിവായത്ത് ചെയ്യലിനിക്ക് രണ്ടാലൊരു സമ്മതം വേണം. ഒന്നിരിക്കൽ വാക്കാലുള്ള സമ്മതം, അതാ 4. 5. വാക്കാലുള്ള സമ്മതമില്ലെങ്കിലും എന്നെ നീ റിവായത്ത് ചെയ്തോ എന്നുള്ള സമ്മതം ഉൾക്കൊള്ളുന്ന നിലക്ക് ഇതിന് ഈ കിതാബിനൊക്കെ തന്നു, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ രചിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കല്. 6. അൽ കിതാബത്തുൽ മക്റൂന, ഇജാസത്തോട് കൂടെയുള്ള എഴുത്ത്. ഉസ്താദ് ഒരാൾ ഇൽമിൻ്റെ അയൽക്കാരൻ എഴുതിയിട്ട് ഏതോ നാട്ടിലൊരാൾക്കൊരു എഴുത്ത് കൊടുത്ത് അയച്ചു. ആ എഴുത്തിലുണ്ട്, ഈ എഴുത്തിലുള്ള എല്ലാം ഞാൻ എഴുതിയതാണ്, അല്ലെങ്കിൽ എൻ്റെ സമ്മതത്തോടു കൂടി എഴുതിയതാണ്. ഇത് നീ അവിടെ ഇജാസത്ത് ഇത് റിവായത്ത് ചെയ്യാൻ, എന്നെ തൊട്ട് റിവായത്ത് ചെയ്യാനുള്ള സമ്മതമുണ്ട്, എൻ്റെ ശൈഖന്മാർ ഇന്ന ആളുകളാണ് എന്ന് ഇജാസത്തോട് കൂടെയുള്ള കിതാബത്ത്. 3. അൽ കിതാബത്തുൽ മുജറദ, ഇയാൾ കുറേ ഹദീസുകൾ എഴുതിയുണ്ടാക്കി, എന്നിട്ട് അത് അവരുടെ ശൈഖന്മാർ വിശദീകരിച്ചു കൊണ്ട് ഒരാൾ നാട്ടിൽ കൊടുത്ത് അയച്ചു. അവിടെ നിങ്ങളിത് റിവായത്ത് ചെയ്തോളി എന്ന് വാക്കാൽ പറഞ്ഞില്ല, എന്നാലും അതിൻ്റെ ലാഹിർ പ്രകാരം സമ്മതമുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് അതും കിതാബത്ത് മുജറദ 7. 8. വെറും സമ്മതം.
എൻ്റെ കിതാബ് കൊടുക്കലില്ല, എൻ്റെ ഹദീസുകൾ, എൻ്റെ അറിവുകൾ ആരെല്ലാം എടുത്ത് എൻ്റെ കിതാബുകളുണ്ടോ, എന്നെ തൊട്ട് അറിവ് ആർക്കെല്ലാം കിട്ടിയോ അവർക്കെല്ലാം എന്നെ തൊട്ട് റിവായത്ത് ചെയ്യാൻ, എൻ്റെ കിതാബ് റിവായത്ത് ചെയ്യാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. ഒരു ഇജാസത്ത് ഖാസുണ്ട്, ഇജാസത്ത് ആമുണ്ട്. അതെല്ലാം വളരെ വിശദമായി ജമ്മുൽ ജവാമി വിശദീകരിക്കൊണ്ട് ഇജാസത്തിൻ്റെ പല കോലങ്ങൾ, ഇജാസത്ത് പല രൂപത്തിലുള്ള ഇജാസത്തുകളുണ്ട്. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ സാധാരണഗതിയിൽ 8 കോലാണ് പറയുക. ഇജാസത്ത് എന്ന് പറയലാണ് നിങ്ങൾക്ക് എൻ്റെ കിതാബുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയാ ബുഖാരി പൂർണ്ണമായ ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഓതി ഒരാൾ പറഞ്ഞു കൊടുക്കുക, എന്നെ തൊട്ട് ബുഖാരി ഓതി കൊടുക്കുക, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു. അല്ലെങ്കിൽ ആരെല്ലാം ഉണ്ടോ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും സഹീഹുൽ ബുഖാരി തൊട്ട് ഓതി കൊടുക്കാൻ ഞാൻ സമ്മതം തന്നു. അങ്ങനെ ആമായ നിൽക്കും ഖാസായ നിൽക്കും ഇജാസത്ത് കൊടുക്കുക. ഈ വിഷയം ജമ്മുൽ ജവാമി നോക്കിയാൽ ഇജാസത്തിൻ്റെ പല രൂപങ്ങൾ മനസ്സിലാകും. അത്താറോട് കൂടെയുള്ള ജമ്മുൽ ജവാമിയെ 2-ാം ജുസ് 354-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഖാത്തിമത്തുൻ മുസ്തനദ് ഗൈരി സ്വഹാബിയി ഫി റിവായത്തി ഖിറാഅത്തു ശൈഖ് അലൈഹി ഇംലാഅൻ വതഹദീസൻ ഫഖിറാഅത്തുഹു അലൈഹി ഫസമാഉഹു فالمناولة مع الإجازة فالإجازة لخاص في خاص فخاص في عام فعام في خاص فلفلان ومن يوجد من نسله. അങ്ങനെ ഒരു ഇജാസത്ത് ഉണ്ട്. ഫആമും ഫി ആമീൻ എന്ന് പറയുമ്പോൾ ആമും ഫി ഖാസിൻ കഴിഞ്ഞിട്ട് ഫആമും ഫി ആമീൻ. അതിൻ്റെ ശേഷമാണ് പറഞ്ഞത് ഫലിഫുലാനിൻ. അടുത്തത് ഫലിഫുലാനിൻ വമൻ യൂജദു മിൻ നസ്ലിഹി. ഞാൻ ഇന്നാക്ക് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ, എന്നെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ സമ്മതം കൊടുത്തു. ഹദീസ് എന്നല്ല, ഹദീസും കിതാബും എല്ലാ വിഷയത്തിലും പെടും. അത് അവരെ കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് അവർക്കും ഞാൻ സമ്മതം കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷമാണ് ഫൽ മുനാവലത്തു, കിതാബ് എടുത്ത് കൊടുക്കൽ ഇജാസില്ലാതെ. ഫൽ വസിയത്തു, പിന്നെ വസിയത്ത് ചെയ്യുക. കൻ യൂസിയ ബി കിതാബിൻ ഇലാ ഗൈരിഹി ഇൻദ സഫരിഹി ഔ മൗതിഹി. അതാണ് വസിയത്ത്. എൻ്റെ കിതാബ് കൊണ്ട് അവർ യാത്ര വസിയത്ത് ചെയ്യുക. അവർ ഉദാഹരണം പോലെ ഷെയ്ഖ് ഹജ്ജിന് പോകുമ്പം അവിടെ എഴുതി വെക്കുക, വസിയത്ത് ചെയ്ത് വെക്കുക. എന്താ, എൻ്റെ ഈ കിതാബുകൾ ഇവിടെ വന്ന് ആരെല്ലാം നോക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഞാൻ ഇജാസത്ത് കൊടുത്തിരിക്കുന്നു എന്ന് വസിയത്ത് ചെയ്യുക. എങ്ങനെ ഇന്ന ആളുകൾക്കെല്ലാം എൻ്റെ കിതാബ് കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്ത് വെക്കുക. എന്നാൽ അവർക്ക് ഈ സമ്മതം കിട്ടിയതായി, അവർക്ക് ഇയാൾ ഷെയ്ഖാകും. ഫൽ വിജാദത്തു, പിന്നെയാണ് വിജാദത്ത്. എന്താക്കാൻ യജിദ കിതാബൻ ഔ ഹദീസൻ ബിഖത്തി ഷെയ്ഖിൻ മഅറൂഫ്. അറിയപ്പെട്ട ഷെയ്ഖിൻ്റെ കൈപ്പടയിൽ എഴുതിയതായ ഹദീസിനെയോ കിതാബിൽ ആൾ കണ്ടെത്തിക്കുക. അത് അയാൾ നിന്നാണെന്ന് ഉറപ്പിട്ടിയാൽ മതി. എന്നാൽ പിന്നെ ഇയാൾക്ക് ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ കിതാബുകളൊക്കെ നോക്കുന്ന മാതിരി ധാരാളം കിതാബുകൾ ധാരാളം ലൈബ്രറികളിലുണ്ടാകും, പല സ്ഥലത്തും ഉണ്ടാകും. ആ കിതാബുകളെല്ലാം നമ്മൾ ഓതിയവരാവൂല, അത് ഏതെങ്കിലും ഷെയ്ഖ് മുഖേന നമുക്ക് ലഭിച്ചതാവൂല. പക്ഷേ ലൈബ്രറിയിൽ കിതാബ് കണ്ടെത്തി, അല്ലെങ്കിൽ അവരുടെ കുത്തുബുഖാനിയിൽ അവർ എഴുത്തുകൊണ്ട് കിട്ടി, അല്ലെങ്കിൽ അവരുടെ എഴുത്താണെന്ന് ബോധ്യപ്പെടുന്ന നിലക്ക് മുത്തവാത്തിറായി ലഭിച്ചു. അവരിതാണെന്ന് നിസ്ബ ശരിയായി കിട്ടണം. അങ്ങനെ നിസ്ബ ശരിയാകുന്ന നിലക്ക് അവർ തന്നെയാണ് ഇന്നാൾ തന്നെയാണെന്ന് ഉറപ്പുള്ള നിലക്കൊരു കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കിതാബ് നോക്കി അവർ മുതൽ അവരുടെ ശൈഖം ആ കിതാബ് റിപ്പോർട്ട് ചെയ്യലിക്കൽ സമ്മതായത്. ഹദീസാവുമ്പം മുത്തസിലായി എങ്ങനെ വിലേക്കുള്ള സനത അവർ മുതൽ സനതയിലുണ്ടാവും. അല്ലെങ്കിൽ അവർ ഇന്നത് പറഞ്ഞു. ഇപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഷാഫി ഇമാമിൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പായി ലഭിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്യാൻ, ആ ഇയാൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് പറയുന്ന ഇടയിലുള്ള ആളുകൾ അവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ആ കിതാബ് അതിന് രേഖ, കിതാബ് കിട്ടിയാൽ മതി. എവിടുന്ന് ആ കിതാബ് കിട്ടിയാൽ മതി. കിതാബ് കിട്ടിയാൽ കാല ഇമാം ഷാഫിയു, ഈ കാലിബിൻ ഹജറുൽ അസ്കലാനി, ഈ കാലിബിൻ അൽ ഹൈതമി, അവരുടെ കിതാബ് നുസ്ഖ ശരിയായി കിട്ടിയാൽ റിപ്പോർട്ട് ചെയ്യാം. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് വിജാദത്ത് എന്ന് പറയുന്നത്.
പക്ഷേ സാധാരണഗതിയിൽ മശായിഖന്മാർ അതിൻ്റെ ഏറ്റവും ഉയർന്ന മർത്തബയായ വിജാദത്തിനേക്കാളും ഉയർന്ന മർത്തബയായ ഇജാസത്ത്, ആ ഇജാസത്ത് നൽകലാണ് പതിവ്. ഉസ്താദന്മാർ പറയും, എനിക്ക് എൻ്റെ മശായിഖന്മാർ സമ്മതം തന്നതുപോലെ കിതാബുകൾ മുത്താല ചെയ്യാനും അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഞങ്ങൾ സമ്മതം തന്നിരിക്കുന്നു എന്ന് ഉസ്താദന്മാർ പറയും. അത് എഴുതിത്തരും. അത് എഴുതിത്തരുന്നത് ശിഷ്യനെ ഏൽപ്പിക്കും, ആ സമ്മതം ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കലിനേക്കാണ് നമ്മളിന്ന് സന്നദ്ധാനം എന്ന് പറയല്. എന്നാൽ വെറും ഒരു ഇന്ന കോളേജിൽ ഇപ്പം പഠിച്ചിട്ടുണ്ട്, ഇന്ന ദർജ പഠിച്ചിട്ടുണ്ട് എന്നെനിക്ക് രേഖ കൊടുക്കാനല്ല സനത് പറഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമാണ്. മഹാന്മാരായ ഉസ്താദന്മാർ അവനിക്കൊരു ഇജാസത്ത് കൊടുക്കും. ആ കൊടുക്കുന്ന ഇജാസത്ത് വലിയ ഷർഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യും. സനദ്ദാനം ഇന്നാള്, ആ ഉസ്താദിൻ്റെ ഇജാസത്ത് ഇയാളെ ഏൽപ്പിക്കലിനിക്ക് ഇൻമാൻ മഹാനായ ഒരാളെ കൊണ്ടുവരും. അത് സനദ്ദാന സമ്മേളനം നടത്തും. ആ ഏൽപ്പിക്കുന്നത് പരസ്യമായി ചെയ്യും. ഇന്ന ഉസ്താദിൻ്റെ കുരുത്തവും ഇന്ന കോളേജിലെ ഇന്ന ഉസ്താദന്മാരുടെ പൊരുത്തത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു വിഷയം അടിയിലുണ്ട്. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമല്ലെങ്കിലും. എന്താ, ഈ വിദ്യാർത്ഥികൾ ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവരുടെ ഉസ്താദന്മാർ ആയവർ ആരെല്ലാമുണ്ടോ അവരുടേതായ ഇജാസത്താകുമ്പോൾ അതിന് പവർ കൂടും. നേരെ മറിച്ച് ഇവൻ പോന്ന് 3-4 കൊല്ലം കഴിഞ്ഞ രജിസ്ട്രേഷൻ ചിലപ്പോൾ സന്നദ്ധാന സമ്മേളനം നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇവനിക്ക് ഓതിക്കൊടുത്ത ഉസ്താദന്മാർ അവിടുന്ന് പോയിട്ടുണ്ടാവും കോളേജിൽ നിന്ന്. പിന്നെ ഇവനിക്ക് സമ്മതം കൊടുക്കുന്നത് ഉസ്താദന്മാർ അവിടെ അറിയപ്പെട്ട ഉസ്താദന്മാരാവൂല. ഇയാളും ആ ഉസ്താദന്മാരും തമ്മിലൊരു ബന്ധം ഉണ്ടാവൂല. അങ്ങനെ ആകുമ്പോൾ കടപ്പാട് കുറയും. പക്ഷെ അവർ ഉസ്താദന്മാരാവൂല എന്ന് അവർക്ക് ഇജാസത്ത് കൊടുത്തുകൂടാന്ന് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഇവനിക്ക് കണ്ട് പരിചയമുള്ള, ഇവൻ ആദരിക്കുന്ന അവരവരുടെ ഉസ്താദന്മാരെ വക്കലിൽ നിന്ന് തന്നെ ഇജാസത്ത് കൊടുപ്പിക്കലായിരിക്കും ഉത്തമം. അതിന് സ്ഥാപനം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഓരോ കൊല്ലവും ഉസ്താദന്മാർ മാറുമ്പോൾ അക്കൊല്ലം അവിടെ നിന്ന് പോയ ഉസ്താദന്മാർ കുട്ടികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ സനത് നേരത്തെ റെഡിയാക്കി വെച്ച് ഈ ഉസ്താദന്മാർക്ക് ഒപ്പിടിച്ച് വെക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഉസ്താദുമായ കടപ്പാടും എൻ്റെ ഇന്നാലിന് ഉസ്താദിനെ പറ്റിയുള്ള വ്യക്തമായ അറിവും ഉണ്ടാകും. അല്ലെങ്കിൽ ഇജാസത്ത് ആവൂല എന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇജാസത്ത് നൽകുന്ന ആള് അദ്ദേഹം ഒരു റാവിക്ക് വേണ്ടുന്ന എല്ലാ നിബന്ധനകളും ഒത്തവരാവുകയും അദ്ദേഹം ഏതൊന്നിനാണോ ഇജാസത്ത് നൽകുന്നത് എങ്കിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിനക്ക് ഇജാസത്തോ അല്ലെങ്കിൽ മുനാബലത്തോ അല്ലെങ്കിൽ തഹദീസോ അല്ലെങ്കിൽ ഇഖ്ബാറോ മേൽ പറഞ്ഞപ്പെട്ട ഹദീസ് തഹമ്മുൽ ചെയ്യലിനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ കൂടെ ഹദീസ് തഹമ്മുൽ ചെയ്തവരാവണം. ഹദീസിലെ കിതാബ് കൊടുക്കാനാണെങ്കിൽ ആ കിതാബ് ഇന്ന കിതാബ് എനിക്ക് ഇന്ന ഉസ്താദിൻ്റെ വക്കലിൽ നിന്ന് ഞാൻ ഓതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇജാസത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഭാഗത്തിൽ കൂടെ അതിനേക്കുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട് എന്ന യോഗ്യത ഉള്ളവരാവുകയും അതോടുകൂടെ റാവിയാവലിക്ക് വേണ്ടുന്ന എല്ലാ നിബന്ധനകളും ഒത്തവരുമായിരിക്കണം. അതല്ലാതെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ പേരുകളോ മാത്രം പരിഗണിച്ചും കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇജാസത്ത് നൽകിപ്പിച്ചാൽ, അദ്ദേഹം ഒപ്പിട്ടാൽ, ഞാൻ ഇജാസത്ത് നൽകി എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു നിബന്ധനയും യാതൊരു കാര്യവുമില്ല. കാരണം ഇയാൾ ഉസ്താദാവാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. അത് പ്രത്യേകം നാം ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. നിങ്ങളുടെ ദീനിനെ നിങ്ങൾ ആരെ തൊട്ട് പിടിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദീനക്കും. അപ്പൊ നിങ്ങൾ ഇജാസത്ത് വാങ്ങുന്ന ആളെ വക്കൽ നിന്നാണ് നിങ്ങൾ ദീനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ സനദിൽ അജസ്തു
ഞാൻ ഇജാസത്ത് നൽകിയിരിക്കുന്നു. എങ്കിൽ അജസ്ന, ഞങ്ങൾ ഇജാസത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരുന്നത് ഏതൊരാളാണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരും അതിനിക്ക് അർഹതപ്പെട്ടവരാവണം. ഒരു കിതാബും ഓതാതെ, ഒരു കിതാബും കാണാതെ, അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാള് ലോകത്ത് വലിയ പേരും പെരുമയുമുള്ള ആളായി മാറി. അദ്ദേഹത്തെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇജാസത്ത് നൽകി എന്ന് പറഞ്ഞു ഒപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വല്ല സ്ഥാപനത്തിൻ്റെയും സെക്രട്ടറിയോ, അല്ലെങ്കിൽ അതിൻ്റെ മുദീറോ, അല്ലെങ്കിൽ അതിൻ്റെ അമീനാമോ, അല്ലെങ്കിൽ അതിൻ്റെ അമീദോ ആയി വന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനിക്ക് സനദുള്ള ആളല്ല. അദ്ദേഹം ഇജാസത്ത് നൽകിയത് കൊണ്ട് ആ ഇജാസത്ത് മുത്തസിലാവൂല. കിതാബ് ഓതാനുള്ള ഇജാസത്ത് നൽകണമെങ്കിലും കിതാബുകൾ നോക്കാനുള്ള ഇജാസത്ത് നൽകണമെങ്കിൽ പോലും അദ്ദേഹത്തിനിക്ക് ഇജാസത്തുള്ള ആളായിരിക്കണം. അല്ലാതെ അയാൾ എന്ത് നമുക്ക് ഇജാസത്ത് കൊടുക്കാനാ? അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു നിർബന്ധമായ കാര്യമാണ്. ആരാണോ ഇജാസത്ത് നൽകുന്നത് എങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മശായിഖന്മാരും ഈ ത്വരീഖത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കിതാബ് ഓതി കൊടുക്കാൻ, അല്ലെങ്കിൽ ദീനീ വിഷയത്തിൽ ഉയർന്ന നിലവാരമുള്ള ആളായി വരണം. പാണ്ഡിത്യമുള്ളവരാവുകയും അത് ഗുരുനാഥന്മാരൊക്കെ നിന്ന് ഓതി പഠിച്ചവരോ, ഏറ്റവും ചുരുങ്ങിയത് ഇജാസത്തെങ്കിലും ലഭിച്ചവരോ ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചു തരികയാണ്. എങ്ങനെ ഒരാൾക്ക് ഉസ്താദന്മാരുണ്ടായിത്തീരും, മശായിഖന്മാരുണ്ടായിത്തീരും, ആരെല്ലാം മശായിഖന്മാരാക്കാം. അതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മുനാവലത്ത് എന്നതും എഴുതി അയക്കുക എന്ന് പറയുന്നതും. ഈ എഴുതി അയക്കുന്ന ഭാഗത്ത് കിതാബത്തിൻ്റെ ഒപ്പിൽപ്പെട്ടതിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ എഴുതി അയക്കുന്നത്. കാത്തിബും മക്തൂബും വ്യക്തമായിരിക്കും. പക്ഷേ ഒരാൾ എഴുതി വെച്ചത് മറ്റുള്ളവർക്ക് റിവായത്ത് ചെയ്യാൻ അവർ ചിലപ്പോൾ അതിൽ തന്നെ സമ്മതം കൊടുത്തിട്ടുണ്ടാവും. എൻ്റെ കിതാബ് ആരെല്ലാം ഓതുന്നുണ്ടോ അവർക്ക് മുഴുവനും ഇതുകൊണ്ട് സമ്മതം നൽകണേ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു എല്ലാവരുടെ കിതാബിൽ ഇതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടലിന് ഞാൻ ദ്വാർക്കുന്നു എന്നൊക്കെ പറയലുണ്ട്. ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നു. ഫത്തുൽ മീനിലും കാണാം. അതെല്ലാം അത് എല്ലാവർക്കും അത് ഓതുകയും നേരിട്ട് അവരെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും അത് വായിക്കാനും അത് മുത്താല ചെയ്യാനും അതനുസരിച്ച് അമൽ ചെയ്യാനും പത്ത് കൊടുക്കാനുമുള്ള സമ്മതമാണ് ആ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യലാണ് ഉത്തമം, അങ്ങനെ ചെയ്യലാണ് വേണ്ടത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലേക്കുള്ള ഇശാറത്താണ് നൽകുന്നത്. വഖാല അനസുൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നസഖ ഉസ്മാനു അൽ മസ്വാഹിഫ. തെളിവ് പറയാൻ പോവുകയാണ് എഴുത്തിനിക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫുകളെ പകർത്തി എഴുതി. ഫബഅസ ബിഹാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മുസ്ഹഫുകളെ കൊടുത്തയച്ചു. ഇലൽ ആഫാഖ്, പല നാടുകളിലേക്ക് കൊടുത്തയച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖുർആകൾ, ഖുർആനിന് ഹിഫ്ളുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരങ്ങനെ സഹാബത്ത് ഒന്നിൻ്റെ പിറകെ പല ഘട്ടങ്ങളിലും മരിച്ചു വീണപ്പോൾ ഖുർആൻ നബി തങ്ങളെ വക്കൽ നിന്ന് കേട്ട അതേമാതിരി ഓതിക്കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഇല്ലാതാവോ എന്ന് ഭയപ്പെട്ടപ്പോഴാണ് മുഷാവറ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെ സമ്മതത്തോടു കൂടെ ഇജ്മാവോട് കൂടെ പകർത്തി എഴുതി ഒരു കോപ്പി സൂക്ഷിച്ചു വെച്ചു. സിദ്ദീഖ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു സിദ്ദീഖുൽ അക്ബറിൻ്റെ ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. അവരുടെ വഫാത്തിൻ്റെ ശേഷം ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അത് സൂക്ഷിച്ചു. അങ്ങനെ കോപ്പി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തരും നബി തങ്ങളെ വക്കൽ നിന്ന് കേട്ടതുപോലെ അത് ഓരോരോ സ്വഹാബികൾ ഓതി കൊടുക്കലാണ് പതിവ്. അത് ഓതിപ്പോരുന്ന സ്വഭാവമായിരുന്നു. കേട്ടതുകൊണ്ട് പലരും പല റിക്കാർഡുകളും എഴുതി വെച്ചതുകൊണ്ട് നബിൻ്റെ കാലത്ത് തന്നെ ഖുർആൻ്റെ എഴുത്ത് നടന്നിട്ടുണ്ട്. ചരിത്രമാണത്, പലരും എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്
ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു ഷാമിന് യുദ്ധം ചെയ്യുന്ന കാലത്ത് അവിടെ ചെന്നപ്പോൾ പല സ്വഹാബികളാണ്. ഷാമിൽ പലരും മുസ്ലിമായി പലരാണ്. പലർക്കും ഖുർആൻ ഓതി കൊടുക്കുന്നത് പല സ്വഹാബികളും അവരുടെ വക്കൽ നിന്ന് പഠിച്ചവരുമാണ്. ഖുർആനിക്ക് 7 ശൈലിയുണ്ട് എന്നുള്ളത് ഖുർആനോ അലാ സബ്അത്തി ഹുറൂഫിൻ, 7 രീതിയിൽ ഖുർആൻ്റെ നുസൂൽ ഉണ്ടായിട്ടുണ്ട്, 7 ഖിറാഅത്ത് രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പലരും പല രൂപത്തിൽ എഴുതി കൊടുക്കുമ്പോൾ വായിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പം അവിടെ ആശയക്കുഴപ്പം വന്നു പോകുമോ? അതല്ല ഖുർആന് ഇങ്ങനെയാണ്, ഖുർആൻ ഇതാണ് ശരി, അത് ശരിയല്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിത്തീരുമോ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീബു സിറായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അതിരിക്ക് ആദിഹിൽ ഉമ്മ ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബി ഇഖ്തിലാഫൽ യഹൂദി വന്നസാറ. യഹൂദി നസ്രാണികൾ അവരുടെ കിതാബുകളിൽ ഇഖ്തിലാഫായതുപോലെ അവസാനം ആ കിതാബ് തന്നെ ഇല്ലാത്തൊരവസ്ഥ ലോകത്തെത്തിപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിൻ്റെ മുമ്പ് ഈ ഉമ്മത്തിനെ നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനത്തെ അവസ്ഥ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യണം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാര്യം ബോധ്യപ്പെട്ടു. മഹാനവർകൾ അഫ്സാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ആളയച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ഇമാമായ മുസ്ഹഫിനെ നമ്മളിലേക്ക് അയച്ചു തരണം, കോപ്പി പകർത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ തരാം. അങ്ങനെ അവരത് കൊടുത്തയക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ ആസിർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള മഹാന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പകർത്തി എഴുതണം. അങ്ങനെ അവരതിനെ പകർത്തിയതിന് ശേഷം ഒറിജിനൽ കോപ്പി അഫ്സാർ റളിയല്ലാഹു അൻഹയിലേക്ക് കൊടുത്തയക്കുകയും ആ പകർത്തിയതിന് മുമ്പ് മഹാന്മാരായ സ്വഹാബത്തിനെ മുൻനിർത്തി ഈ കോപ്പികൾ എല്ലാം വല്ല വ്യത്യാസവുമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം, യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം ഓരോരോ കോപ്പികൾ പല നാടുകളിലേക്ക് അയച്ചു കൊടുത്തു. അത് എത്ര കോപ്പിയായിരുന്നു ഉണ്ടായത്? പലരും പറയുന്നത് 7 കോപ്പിയാണ് എഴുതിയിരുന്നത്, അല്ല 4 പറയുന്നവരുണ്ട്. 7 കോപ്പി എഴുതി. ആ 7 കോപ്പിയിൽ നിന്ന് ഒന്ന് മക്കയിലേക്ക് കൊടുത്തയച്ചു, ഒന്ന് ഷാമിലേക്ക് കൊടുത്തയച്ചു, ഒന്ന് യമനിലേക്ക് കൊടുത്തയച്ചു, വേറെ ഒന്ന് ബഹ്റൈനിലേക്ക് കൊടുത്തയച്ചു, വേറൊന്ന് ബസ്രയിലേക്ക് കൊടുത്തയച്ചു, വേറൊന്ന് കൂഫയിലേക്കും കൊടുത്തയച്ചു. ഒന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും വെച്ചു. പിന്നെ ഇതിൽ നിന്ന് കോപ്പി എടുക്കാൻ വേണ്ടി അവർ അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ റസ്മു ഉസ്മാനി എന്ന പ്രത്യേക പേരിൽ അതറിയപ്പെട്ടു. യഥാർത്ഥത്തിൽ റസ്മു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതല്ല, പണ്ടേ ഉള്ള നബി തങ്ങൾ പഠിപ്പിച്ച ലിപിയാണത്. ഖുർആൻ്റെ ലിപി വേറൊരു പ്രത്യേക ശൈലി ലിപിയാണ്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ചെറിയൊരു ചർച്ച അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നുണ്ട്. ദീർഘമായ ചർച്ചകൾ മനാഹിലുൽ ഇർഫാൻ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ ഉലൂമുൽ ഖുർആനിൽ രചിക്കപ്പെട്ട കിതാബുകൾ മുത്താല ചെയ്യേണ്ടതാണ്. അതിലുണ്ട വിഷയങ്ങൾ. അങ്ങനെ എല്ലാ നാട്ടിലേക്കും അവരൊറ്റ കോപ്പി ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലോകത്ത് നിലവിൽ വന്നു. അന്ന് മുതൽ ഇന്ന് വരേക്കും അത് നിലനിൽക്കുന്നു. ലോകത്ത് മുഴുവൻ ഒരേ കോപ്പി നോക്കി ഓതൽ. എന്നാൽ 7 ഖിറാഅത്ത് ഇന്നുമുണ്ട്. കാരണം റസ്മു ഉസ്മാന്റെ പ്രത്യേകത അതാണ്. എല്ലാ വാരിദ ഖിറാഅത്തുകളും ഒരേ ഇതിൽ തന്നെ ഓതാൻ കഴിയും. മലിക്കി എന്നുള്ള റിവായത്ത് പ്രകാരവും മാലിക്കി എന്ന റിവായത്ത് പ്രകാരവും ഓതാൻ പറ്റിയ രീതിയിലാണ് ഖുർആനിലെ എഴുത്തുള്ളത്. അതുമായി അറിയപ്പെടുന്ന മനസ്സിലാക്കുന്ന ഉസ്താദന്മാരോട് ചോദിച്ചാൽ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പം എന്തായാലും ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിനെ പകർത്തി അത് നാടുകളിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ എന്ത് വന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയത് അവിടേക്ക് എഴുതി കൊടുത്തയച്ച കോപ്പികൾ അവിടെ എത്തി. കോപ്പി എന്നുള്ളവർക്ക് എഴുതി കൊടുത്തു എന്ന് പറയാം, പക്ഷെ അതിലുള്ള ഓത്ത് അത് മുത്തവാത്തിറാണ്. അത് ലോകത്ത് ഖിയാമത്ത് നാൾ വരേക്കും മുത്തവാത്തിറായി തന്നെ നിൽക്കും എന്നല്ലാതെ ഉസ്മാൻ അഫ്ഫാൻ മറ്റുള്ള ഓത്ത് കോപ്പികളെല്ലാം മായ്ച്ചു കളയാൻ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ അർത്ഥം ഖുർആനിൻ്റെ തവാത്തുർ നഷ്ടപ്പെട്ടിരുന്നല്ല. ഖുർആൻ്റെ ഓത്ത് എല്ലാവർക്കും അൽ ബഖറ അറിയുന്നവർ ധാരാളമുണ്ട്, ആലു ഇമ്രാൻ അറിയുന്നവർ ധാരാളമുണ്ട്, ഓരോരോ സൂറത്തും ഓത് അറിയുന്നവർ 10,000-കണക്കിനുണ്ട്. അതോടുകൂടെ ഖുർആൻ നോക്കി ഓതുന്ന ലിപി ഒന്നാക്കി മാറ്റി. ആ ലിപിയാണ് ഇവിടെ കൊടുത്തയക്കുന്നത് എന്നല്ലാതെ ഖുർആൻ്റെ ഓത്തല്ല. അത് ലോകത്ത് നിലവാരമുള്ളതാണ്. ഇമാമിങ്ങൾ ഇത് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറ്റുള്ള കോപ്പികളെല്ലാം മായ്ച്ചു കളയാൻ പറഞ്ഞത് കൊണ്ടിട്ട് ഒറ്റ കോപ്പി എന്നത് മുത്തവാത്തിറല്ല എന്നാരും പറയണ്ട. കാരണം ഈ ഒരു കോപ്പികളൊന്നും മുത്തവാത്തിറാണ്. കാരണം ഇവിടെ ധാരാളം സ്വഹാബികൾ കണ്ടതാണ്, ധാരാളം സ്വഹാബികൾ മുഖത്തിൽ കൊടുത്തയച്ച് ലോകത്ത് മുഴുവനും അറിയപ്പെട്ടതുമാണ്. അപ്പം എഴുത്തി കൊടുത്തയച്ചു, അതിற்கு തെളിവ് ഇത് പറയാം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നു. യഹ്യബിനു സഈദും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മാലിക്കുൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ദാലിക ഈ മുനാവലത്തിനെയും എഴുതലിനെയും ജായിസ മദ്കൂറിലേക്ക് ലമീറായിട്ട് ദാലിക ഈ പറയപ്പെട്ട വിഷയത്തെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജായിസൻ അനുവദിക്കപ്പെട്ടതായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചർച്ച ഉണ്ട്. യഹ്യബിൻ സഈദ്, മാലിക് റളിയല്ലാഹു അൻഹു ഇവരോട് കൂടെ പറയുമ്പോൾ അവരുടെ ത്വബഖയിൽപ്പെട്ട ആളാകുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവാൻ സാധ്യതയില്ല. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ആസിം എന്നവരുടെ മകനായ ഉമറുണ്ട്, അവരുടെ മകനായ അബ്ദുള്ളയാണ്. അബ്ദുല്ലാഹിബിന് ഉമർ ബിൻ ആസിം ബിൻ ഉമർ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ മകൻ, അവരാണ് ഈ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവർ. അങ്ങനെ തെളിവെന്താ? യഹ്യ ബിൻ സഈദോടും മാലിക് റളിയല്ലാഹു അൻഹുവോടും കൂടെ പറഞ്ഞു എന്നുള്ളതാണ് തെളിവ്. അതല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ തന്നെയാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ ചർച്ച ഫത്വൽ ബാരിയിലും ഐനിയിലും എല്ലാം ഉണ്ട്, ആരാണ് ഈ അബ്ദുല്ലാഹിബിൻ ഉമർ എന്നുള്ളതിൽ. അതുപോലെ യഹ്യ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു അവർ ചരിത്രം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവർ ചരിത്രം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് മുനാവലത്തും എഴുത്തും ജായിസ് തന്നെയാണ് എന്നുള്ള അഭിപ്രായക്കാരാണ്. അത് തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലക്ഷ്യത്തിൽ തെളിവിന് വേണ്ടി പിടിച്ചിട്ടുള്ളത്. വഹ്തജ്ജ ബഅ്ളു അഹ്ലിൽ ഹിജാസ്, അഹ്ലുൽ ഹിജാസിൽപ്പെട്ട ഒരു മഹാൻ ലക്ഷ്യം പിടിച്ചു. ആ മഹാനാരാ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഏറ്റവും വലിയ ഉസ്താദായ ഇമാം ഹുമൈദി റളിയല്ലാഹു അൻഹു അവരാണ്. ഫഇന്നഹു ഇഹ്തജ്ജ ഫിൽ മുനാവല ഐ ഫി സിഹ്ഹത്തിൽ മുനാവല ബിഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ മുനാവലത്തിൽ അഹ്ലുൽ ഹിജാസിൽപ്പെട്ട മഹാനായ ഒരു വ്യക്തി ലക്ഷ്യം പിടിച്ചു. ബുഖാരിയുടെ ഒരു ശൈലിയാണ്. അവിടെ വ്യക്തികൾ മുറാദല്ലാത്ത ഉദ്ദേശമല്ലാത്തോടത്ത് വലിയപ്പെട്ട ആളുകളാവുമ്പോൾ വ്യക്തിയല്ല ഉദ്ദേശം, അവിടെ തെളിവെന്തെന്ന് പറയാനാണ് ലക്ഷ്യമുള്ളത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഉപയോഗിച്ചത്, പേര് പറയാതെ ഉപയോഗിച്ചത്. ബിഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കൊണ്ട് ലക്ഷ്യം പിടിച്ചു. എന്താണ് ഹദീസ്? ഹൈസു കതബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി ലി അമീരി സരിയ, ഒരു ശരീഅത്തിലെ അമീറിനിക്ക് എഴുതി കിതാബൻ, ഒരു എഴുത്ത് എഴുതി കൊടുത്തു. വഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ തഖറഹു, ഇതിനെ നീ വായിക്കരുത്, ഹത്താ തബ്ലുഗ മകാന കദാ വകദാ, ഇന്ന സ്ഥലത്തേക്ക് നീ എത്തുന്നത് വരെ നീ ഇത് വായിക്കരുത്. ഫലമ്മാ ബലഗ ദാലികൽ മകാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന സ്ഥലത്തെത്തിയവർ വരെ വായിക്കണ്ട, അവിടെ എത്തിയാൽ നീ വായിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ആ ശരീഅത്തിൻ്റെ അമീർ എത്തിയപ്പോൾ ഖറഅഹു അലന്നാസ്, ആ എഴുത്തിനെ ജനങ്ങളുടെ മേലിൽ വായിച്ചു കൊടുത്തു.
വഅഖ്ബറഹും അവരോട് ഈ അമീർ വിവരം പറയുകയും ചെയ്തു ബി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന കൊണ്ട് അതിലുള്ള കാര്യങ്ങളെ കൊണ്ട് വിവരം പറയുകയും ചെയ്തു. ഇന്നതുമാണ് ഏറ്റിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഈ ബുഖാരിയിൽ വേറൊരു നിലക്ക് പറഞ്ഞിട്ടില്ലേ, മുഅല്ലഖായി എന്നെ പറഞ്ഞിട്ടുള്ളൂ, സനദ് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിൻ നബി കൊണ്ട് ലക്ഷ്യം പിടിച്ചു എന്നാ. ആ ഹദീസിൻ്റെ സനദിനോടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മുഅല്ലഖായ ഹദീസാണ്. ഈ മുഅല്ലഖായ ഹദീസിന് ഇമാം ബുഖാരി സ്വഹീഹിലോ ഇമാം ബുഖാരിയുടെ മറ്റു വല്ല കിതാബുകളിലോ ഇമാം ബുഖാരി സ്വഹീഹായി മൗസൂലായി മുത്തസിലായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇമാം ബുഖാരി മുത്തസിലായി പറയേണ്ടതില്ല. കാരണം ബുഖാരി എന്ന സ്വഹീഹുൽ ബുഖാരി എന്ന ഈ കിതാബിൽ കൊണ്ടുവന്നാൽ തന്നെ ബുഖാരിയുടെ മുഅല്ലഖ തഅലീഖാത്തുൽ ബുഖാരി മുത്തസിലത്തുൻ സ്വഹീഹത്തുൻ. ബുഖാരിയിലുള്ള മുഅല്ലഖായ ഹദീസുകൾ അത് സനദ് പറഞ്ഞില്ലെങ്കിലും മുത്തസിൽ തന്നെയാണ്. 100% ബോധ്യപ്പെട്ടത് സനദ് പറയലിനേക്കാളും വ്യക്തമായിരിക്കും ബുഖാരിയുടെ മുഅല്ലഖായ ഹദീസ്. കാരണം ഇതിനെ ഇബ്നു ഇസാഖ് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തുബ്രാനി എന്നവർ സനദടക്കം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ആരും പറഞ്ഞില്ല നിൽക്കുക. സ്വഹീഹിൽ ബുഖാരി മുഅല്ലഖായി പറഞ്ഞോ, ഹദീസ് സ്വഹീഹ് തന്നെയാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മൾ മുഖദ്ദിമയിൽ വിഷയത്തെ പറ്റി വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ അമീറു സരിയ ആരാണ് എന്നാ നമ്മുടെ വിഷയം. ഇമാം ബുഖാരി പറഞ്ഞ മാതിരി പറഞ്ഞാൽ മതി. എന്നാലും ഈ ഹദീസിലുള്ള അമീർ അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ജഹ്സ് അൽ അസദി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ സൈനബ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവാണ് ഈ അമീറു സരിയ. ലോകത്ത് ആദ്യമായി യുദ്ധം ചെയ്ത് മുസ്ലിമീങ്ങൾക്ക് വനീമത്ത് മുതൽ സമ്പാദിച്ച മഹാനാണ് അവർ. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് ആ യുദ്ധത്തിലാണ് വലിയ സമ്പാദ്യം മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചത്. അവർ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ മുഹാജിറുകളിൽപ്പെട്ട നേതാക്കളിൽപ്പെട്ട ഒരാളാണ് അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ആദ്യമായി അവരുടെ മൂക്ക്, ചെവി എല്ലാം മുറിക്കപ്പെട്ട രീതിയിലായിരുന്നു അവർ ഷഹീദായി കിടന്നിരുന്നത്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉഹുദിൽ ഷഹീദായ മഹാന്മാരിൽപ്പെട്ടവരാണ്, മുഹാജിറുകളിൽപ്പെട്ടവരാണ്. മുഹമ്മദ് ബിൻ ഇസാഖ് ചരിത്രകാരനാണ്. ഇമാം ബുഖാരിയുടെ സനദിലൊക്കെ പലപ്പോഴും കയറി വരുന്നവരാണ്. അവർ പറയാണ് കാനത്ത് ആദിയ സരിയത്തു അവ്വല സരിയത്തിൻ വനമ ഫീഹൽ മുസ്ലിമൂൻ വകാനത്ത് ഫീ റജബ മിന സനത്തി സാനിയത്തി ഖബല ബദ്രിൽ കുബ്ര. ബദറിൻ്റെ തൊട്ട് മുമ്പ്, ബദർ റബീഉൽ അവ്വൽ, ബദർ റമളാനിൽ, അതിൻ്റെ മുമ്പ് റജബിൽ, 2-ാം വർഷത്തെ റജബിൽ നടന്ന യുദ്ധമാണത്. ബഅസഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു 8 റഹിസ്തിൻ മിനൽ മുഹാജിരീൻ. മുഹാജിരിങ്ങളിൽ നിന്നുള്ള 7 ആൾ ഒപ്പുണ്ട്. അവർക്കാണ് എഴുത്ത് എഴുതി കൊടുത്തത്. 2 ദിവസം നിങ്ങൾ സഞ്ചരിച്ചതിൻ്റെ ശേഷം മാത്രം ഈ എഴുത്തിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്തെത്തും. അവിടെ വച്ചിട്ട് ഇത് വായിച്ച് വിവരം പറയണം. യുദ്ധത്തോട് നേരിടാൻ പോകുകയാണെന്നുള്ള വിവരങ്ങളെല്ലാം പറയണം. ഇഷ്ടമുള്ളവർ കൂടെ പോന്നോട്ടെ, എല്ലാത്തവർ തിരിച്ചു പോന്നോട്ടെ. ഇതിൻ്റെ വിശദമായ ചർച്ചയിലുണ്ട്. കിതാബുകൾ അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ തെളിവെന്താ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു എഴുത്ത് എഴുതി അമീറു ശരിയ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവിടെ വെച്ച് വായിച്ചു കൊടുക്കുന്നു. അപ്പോൾ നബി തങ്ങൾ എഴുത്തെഴുതി കൊടുത്തു. അത് അവിടെ വെച്ച് വായിച്ചു കൊടുക്കുമ്പോൾ അവരും അവരുടെ കൂടെ ഉള്ളവരും അതിലുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഇതന്നെയാണ് പറഞ്ഞത്, എഴുതി കൊടുത്താൽ എഴുതി കൊടുത്താക്കും അത് കിട്ടുന്ന ആളുകൾക്കും എല്ലാവർക്കും അത് തെളിവാണ്, അത് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക ചർച്ച ഉണ്ട്. നബി തങ്ങൾ എഴുതി എന്നാ പറഞ്ഞത്. കണ്ടോ, കത്തബലി അമീരി ശരീഅത്ത് കിതാബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമീറു ശരീഅക്ക് ഒരു എഴുത്തെഴുതി കൊടുത്തു. അപ്പോൾ നബി തങ്ങൾക്ക് എഴുത്തറിയുമോ, വായന അറിയുമോ? പ്രധാന ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകളിലും മുത്തസിലായ ഹദീസുകളിലും ഇതേ ചർച്ച വരുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം.
ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം പ്രത്യേകം ഇവിടെ സ്മരിക്കപ്പെടേണ്ടതാണ്. ഫായിദത്തുൻ ലം യദ്കുരിൽ മുസന്നിഫു മിൻ അഖ്സാമി തഹമ്മുലി അൽ ഇജാസത്തൽ മുജറദത അനിൽ മുനാവലത്തി അവിൽ മുകാതബത്തി വലൽ വിജാദത വലൽ വസിയത വലൽ ഇലാമ അൽ മുജറദാതി അനിൽ ഇജാസ. നാം ജമ്മുൽ ജവാമിഇൻ്റെ ഇബാറത്ത് വായിച്ചു, കുറേ കോലങ്ങൾ പറഞ്ഞു. മശായിഖന്മാരെ വക്കലിൽ നിന്ന് ഹദീസ് തഹമ്മുൽ ചെയ്യലിനുള്ള ഭാഗങ്ങൾ പറഞ്ഞു. എന്നാൽ ഇമാം ബുഖാരി അതിൽ നിന്ന് പറഞ്ഞത് നാം പറഞ്ഞു, മുനാവലത്ത് പറഞ്ഞു. അതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബത്തിനെയും പറഞ്ഞു, എഴുതി കൊടുത്തയക്കല്. അവിടെ എല്ലാം ഇജാസത്ത് ഉണ്ടാവും. ഇതിന് എന്നെ തൊട്ട് കൊടുത്തിട്ട് എന്നെ തൊട്ട് റിവായത്ത് ചെയ്തോ, അല്ലെങ്കിൽ എഴുതി കൊടുത്തിട്ട് പറയാണ് ഇത് നിങ്ങളിത് മനസ്സിലാക്കിക്കോളി. അതുപോലെ കിതാബ് അങ്ങോട്ട് ഓതി കൊടുക്കലും ഇങ്ങോട്ട് ഓതി കൊടുക്കലും. അതന്നെ അങ്ങോട്ട് ഓതി കൊടുക്കുമ്പം ഷെയ്ഖിൻ്റെ നുസ്ഖ കിതാബുകളാവാം, അല്ലെങ്കിൽ മറ്റു വല്ല കിതാബുകളിൽ നിന്ന് കോപ്പി എടുത്തതാവാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏത് പറഞ്ഞിട്ടില്ല? ഇജാസത്തിനെ മാത്രം പറഞ്ഞിട്ടില്ല. മുനാവലത്തും മുഖാത്തബത്തും ഇല്ലാത്ത ഇജാസത്ത്. അതുപോലെ വിജാദത്ത്, ജമ്മുൽ ജവാമി നമ്മൾ വായിച്ചു, വിജാദത്ത് ഒരു കിതാബ് കിട്ടിയാൽ ആ കിതാബ് നുസ്ഖ ശരിയാണെങ്കിൽ ആ ഇമാമിലേക്കുള്ള ഈ നുസ്ഖ ശരിയാവുകയും അവരിതാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവർ തൊട്ടുദ്ധരിക്കാം. ആ വിജാദത്തിനെയും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. അതുപോലെ വസിയത്ത് പല കുറേ കോലത്തുണ്ട്. ആമുണ്ട്, കാസുണ്ട്, പല രൂപത്തിലുള്ള വസിയത്തുണ്ട്. വരാനുള്ളവർക്കുള്ള വസിയത്തുണ്ട്, മരിച്ചു കഴിഞ്ഞ് ജനിക്കാനുള്ളവർക്കുള്ള വസിയത്തുണ്ട്, ഉള്ളോലെ കൂട്ടത്തിൽ ജനിക്കാനുള്ളവരെ കൂട്ടലുണ്ട്. അങ്ങനെ ആ വസിയത്തുകളുണ്ട്. അതിനൊന്നും ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി മുനാവലത്ത്, മുക്കാത്തബത്ത്, അതുപോലെ അങ്ങോട്ട് ഓതി കൊടുക്കൽ ഇങ്ങോട്ട് ഓതി കൊടുക്കൽ, അതാണ് പറഞ്ഞിട്ടുള്ളൂ. വെറും ഇജാസത്തിനെ പറഞ്ഞിട്ടില്ല, വിജാദത്തിനെ പറഞ്ഞിട്ടില്ല, വസിയത്തിനെ പറഞ്ഞിട്ടില്ല. എഴുതാം ഇന്ന പുസ്തകങ്ങൾ പരസ്യം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് വിവരം കൊടുക്കുക, ഒരാൾ റിവായത്ത് ചെയ്യുക, അതൊന്നും പറഞ്ഞില്ല. വകഅന്നഹു ലാ യറാ ബിശൈഇൻ മിൻഹാ, ഇതൊന്നും തഹമ്മുലിൻ്റെ വഴിയായി മാർഗമായി ഇമാം ബുഖാരി അഭിപ്രായപ്പെടാത്തത് പോലെയുണ്ട്. അപ്പം ഇമാം ബുഖാരി അത് പറയാത്തത് കൊണ്ട് ഇമാം ബുഖാരി അത് ഒരു തഹമ്മുലിൻ്റെ മാർഗമായി അഭിപ്രായപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇമാം ബുഖാരി പറഞ്ഞത് മാത്രമേ ഇമാം ബുഖാരി തഹമ്മുലിൻ്റെ മാർഗമായി എണ്ണുന്നുള്ളൂ. വേറെയും മാർഗം പല ഇമാമികളും പറഞ്ഞിട്ടുണ്ട്, അത് അവരെടുക്കൽ തഹമ്മുലിൻ്റെ മാർഗമാണ് എന്ന് പലരും അത് അവലംബിക്കുന്നുണ്ട്. ഞാനത് പ്രത്യേകം ഉണർത്തുന്നത് ഇമാം ബുഖാരിയുടെ കിതാബ് ഓതുമ്പോൾ അവർ പറഞ്ഞതും മറ്റുള്ളതും കൂടി കലർന്ന് ആശയക്കുഴപ്പം വേണ്ട എന്നുള്ളതൊക്കെയാണ്. ഇബ്നു മന്ദ അന്ന കുല്ലമാ യഖൂലുൽ ബുഖാരി ഫീ ഖാലലി ഫഹിയ ഇജാസ. ഇബ്നു മന്ദ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, അവര് പലപ്പോഴും വാദിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തും കാണാം കാലലി, എന്നോട് ഇന്നാലിന്ന ഇമാമ് പറഞ്ഞു. അങ്ങനെ കാലലി ഹദ്ദസന എന്നോ അഖ്ബർന എന്നോ അല്ലാതെ, അല്ലെങ്കിൽ ഉപയോഗിച്ചല്ലാതെ കാലലി എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരിക്ക് ഇജാസത്ത് ലഭിച്ചതിനെ പറ്റിയാലേ പറയുള്ളൂ എന്ന് ഇബ്നു മന്ദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്നു മന്ദ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യും? ഇജാസത്ത് ഇമാം ബുഖാരി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരും. ഇതില്ലാത്ത മുനാവലത്തോ മുഖാത്തബത്തോ ഒന്നും ഇല്ലാത്ത വെറും ഇജാസത്ത് അങ്ങനെ കിട്ടിയോടത്താണ് കാലലി എന്ന് പറയല്. വഹിയ ദഅവൻ മർദൂദത്തുൻ. എന്നാൽ ഇബ്നു മന്ദയുടെ വാദം ഒരു തള്ളപ്പെട്ട വാദമാണ്. അതിന് തെളിവ് ഇമാം ഫത്ഹുൽ ബാരി പറയാണ്, ബിദലീലി അന്നിസ്തഖറൈതു കസീറൻ മിനൽ മവാദിഇ അല്ലതി യഖൂലു ഫിഹാ ഫിൽ ജാമിഇ ഖാലലി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി, അതാണ് ജാമിഅ്, ആ ജാമിയാകുന്ന സഹീഹുൽ ബുഖാരിയിൽ കാലലി എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളും ഞാൻ പരിശോധിച്ചു.
അത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ, ഇമാം ബുഖാരി തന്നെ ജാമി അല്ലാത്ത പല കിതാബിലും അവിടെ ഹദ്ദസന എന്ന് പറഞ്ഞ് കാണാം. ഫവജത്തുഹു ഫി ഗൈരിൽ ജാമി യഖൂലു ഫി ഹദ്ദസന. അപ്പോൾ ബുഖാരിയിൽ ഖാലലി ഫുലാൻ എന്ന് പറഞ്ഞുകൊടുത്ത് മറ്റ് കിതാബുകളിൽ ഹദ്ദസന എന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുഖാരി ലാ യസ്തജീസു ഫിൽ ഇജാസത്തി ഇത്ലാഖ തഹദീസ്. ഇജാസത്ത് ലഭിച്ചോടുത്ത് ഇമാം ബുഖാരി ഹദ്ദസന എന്ന് പറയാൻ ജായിസാക്കുന്നില്ല. ഹദ്ദസന എന്ന് പറയണമെങ്കിൽ അങ്ങോട്ട് ഓതി കൊടുക്കുകയോ ഇങ്ങോട്ട് ഓതി കൊടുക്കുകയോ അല്ലെങ്കിൽ മുനാവലത്തെങ്കിലും ഈ കിതാബത്തെങ്കിലും വേണം. അതില്ലാതെ ഇന്നത്തൊട്ട് ഇതെല്ലാം നീ റിവായത്ത് ചെയ്തോ എന്ന് പറഞ്ഞോട്ട് അവിടെ ഹദ്ദസന എന്ന് പറയാൻ പറ്റൂല എന്നാ ബുഖാരിൻ്റെ മദ്ഹബ്. അതാ അങ്ങനെ പറഞ്ഞു നോക്കുക. ഇജാസത്താണെന്ന് ആരെങ്കിലും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അവർക്കത് അറിയാത്തത് കൊണ്ടിട്ടാണ്, പരിശോധന ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഇമാം ബുഖാരി ഹദ്ദസന എന്ന് ഇമാം ബുഖാരി ഖാലലി ഫുലാൻ എന്ന് പറഞ്ഞോടുത്ത് മറ്റ് കിതാബിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഹദ്ദസന എന്ന് പറഞ്ഞ് നേരിട്ട് കേട്ടത് കൊണ്ട് തന്നെയാണ് എന്നല്ലാതെ ഇജാസത്തല്ല. കാരണം ഇജാസത്തിനോടത്ത് ഹദ്ദസന എന്ന് പറയാൻ പറ്റൂല എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. ഫദല്ല അലാ അന്നഹാ ഇൻദഹു മിനൽ മസ്മൂഅ്. ഇമാം ബുഖാരി അടുക്കൽ നേരിട്ട് ശൈഖിൻ്റെ വക്കൽ നിന്ന് കേട്ടതിൽപ്പെട്ടതാകുന്നു എന്ന് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്.